Hi everyone, welcome to our class. Today let's learn a beautiful and meaningful poem by Catherine Tynan, Any Woman. Catherine Tynan is an Irish-born writer famous for her novels and poetry. The poem Any Woman glorifies the all-embracing power of a woman to hold a family together. നമ്മളുടെ നെക്സ്റ്റ് ലെസൺ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മീനിങ്ഫുള്ളായിട്ടുള്ള ഒരു പോമാണ് എനി വുമൺ. എൻ്റെ ഓതർ ഒരു ഐറിഷ് റൈറ്ററാണ് കാതറിൻ ടൈനൻ. ലെറ്റ്സ് കം ടു ദ പോം. I am the pillars of the house, the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. I am the pillars of the house, the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. Here in this full poem we can see the picture, a photograph of our own mother. And she says that she is the pillar. Pillar means തൂണുകൾ, വീടിൻ്റെ തൂണുകൾ. She is the keystone. Keystone എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ സ്റ്റോൺ. ആർച്ച് എന്ന് പറഞ്ഞാൽ കമാനം. She is the keystone of the arch. If anything happened to these pillars or keystone, no doubt the entire structure, entire building will be collapsed or ruined. അപ്പോൾ ഇതിനകത്ത് അമ്മയെ തന്നെ പറയുന്നത് കമ്പയർ ചെയ്യുമല്ല, അമ്മ അങ്ങ് പറയുകയാണ്, ഐ ആം ദ പില്ലേഴ്സ്. തൂണുകളാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു തൂണുകൾ എത്ര സ്ട്രോങ് ആയാലും ഒരു ഫുൾ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്നത് തൂണുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷീ ഈസ് ദ മോസ്റ്റ് പവർഫുൾ പാർട്ട് ഓഫ് എ ഹൗസ്. ദ കീസ്റ്റോൺ ഓഫ് ദ ആർച്ച് ആമൈ. കീസ്റ്റോൺ മെയിൻ സ്റ്റോൺ, ആർച്ച് കമാനം, ആമൈ കീസ്റ്റോൺ ഓഫ് ദ ആർച്ച്. ഐ ആം ദ കീസ്റ്റോൺ. അഗെയിൻ ഷീ ഈസ് സെയിങ് ദാറ്റ് ഷീ ഈസ് ദ പവർഫുൾ യൂണിറ്റ് ഓഫ് എ ഹൗസ്. Take me away and roof and wall would fall to ruin me utterly. Take me away. Take this mother away. If anything happened to this mother, the entire unit will be collapsed. The entire family will be collapsed. എല്ലാത്തിനും ഒന്ന് തകിടം മറിഞ്ഞു പോകും. കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ ആ ഒരു വീട് എന്ന് പറയുന്നതിന് ആ ഒരു ബ്യൂട്ടി ഇല്ലാണ്ടായി മാറുകയാണ്. ടേക്ക് മീ എവേ റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേളി. അപ്പോൾ ആ മീ അട്ടേളി, മീ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇല്ലാത്ത മീ ആ ഫുൾ ബിൽഡിംഗ് ആണ്, അല്ലെ ആ ഫുൾ ഹൗസാണ്. അപ്പോൾ വീട് എന്ന് പറയുന്ന ആ സംഭവം തന്നെ തകർന്ന് തരിപ്പണമായി പോവും ഇഫ് ദർ ഈസ് നോ മദർ. ദാറ്റ് മീൻസ് ആ വീട് എന്ന് പറയുന്ന സംഭവം ആരാണ്? മദർ ഹെർസെൽഫ്, അമ്മ തന്നെയാണ്. കം ടു ദ നെക്സ്റ്റ് ആൻസർ. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എയർ വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. ഹാർത്ത് എന്ന് പറഞ്ഞാൽ ഫയർ പ്ലേസ് അല്ലെങ്കിൽ അടുപ്പ്. അപ്പോൾ ഫയർ നമുക്കറിയാം, തീ. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈനാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഗുഡ് സൺ, വെറുതെ സണ്ണെന്ന് അല്ലെങ്കിൽ ബേണിങ് സണ്ണൊന്നും അല്ല പറഞ്ഞേക്കണേ, ദ ഗുഡ് സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൂര്യൻ്റെ ആ ഒരു പ്രഭാത രശ്മികൾ അല്ലെങ്കിൽ ആ ഒരു പ്രകാശം, അല്ല നമുക്ക് ആ ഒരു ഇളം സൂര്യനെ അല്ലെങ്കിൽ ഒരു രാവിലത്തെ ഒരു സൂര്യനെയാണ് നമുക്ക് ഓർമ്മ വരിക. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. അപ്പോൾ ഒരു വീട്ടിലെ ഹാർത്ത്, അടുപ്പെന്ന് പറയുമ്പോൾ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം പാകം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ഒരു സംഭവം, വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ സെർവ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഹാർത്ത്. അപ്പോൾ അടുപ്പ്. അപ്പോൾ അടുപ്പിൽ തീർച്ചയായിട്ടും അവൻ്റെ ഒരു ഫയർ എന്ന് പറയുന്ന അമ്മയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പവർ, ആ വീട്ടിലെ ഒരു പവർ, ഏറ്റവും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മയാണ്. അത് തന്നെയുമല്ല, ആ അടുക്കള എന്ന് പറയുമ്പോൾ ഭക്ഷണം പാകം ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്യുന്ന അല്ലെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്, അല്ലെ ഈ ഫയർ പ്ലേസ് അല്ലെങ്കിൽ അടുപ്പ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അമ്മ എന്താ കൊടുക്കുന്നത്? അമ്മ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം മാത്രമല്ല, ആ ഭക്ഷണത്തിൽ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കൂടെ ചാലിച്ച് ഭക്ഷണത്തിനൊപ്പം കൊടുക്കുകയാണ്.
അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അമ്മയുടെ സ്നേഹവും വാത്സല്യവും കൂടെ ആ ഭക്ഷണത്തിനോടൊപ്പം അമ്മയുടെ കരുതലും കൂടെയാണ് ആ കൂട്ടത്തിൽ നമുക്ക് തരുന്നത്. അപ്പോൾ ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർട്ട്. അപ്പോൾ ആ ഫയർ എന്ന് പറയുന്ന അവിടെ തീയെന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ഹെവിനെസ് അല്ല, കുറച്ചും കൂടി ലൈറ്റായിട്ട് എടുക്കണം. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, അല്ലേ? ഫുൾ യൂണിവേഴ്സ് അല്ലെ ഫുൾ എർത്തിന് ഹീറ്റും ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എനർജി സോഴ്സാണ് ദ സൺ, അല്ലേ? ദ സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി എന്ന് നമുക്ക് പറയാം. എന്തിനാ? എൻ്റെ ലിവിങ് ബീങ്സിന്, അല്ലേ? വേറെ ഒരു ലിവിങ് ബീങ്സിൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പോൾ അതുപോലെ അമ്മ വീടിനകത്തെ സൂര്യനാണ്. ഏതുപോലെ? ദ ലൈറ്റ് ഓഫ് ദ സൺ, അല്ലെ? ഭൂമിയെ മുഴുവൻ പ്രകാശമാനമാക്കുന്ന, അല്ലെങ്കിൽ മുഴുവൻ ജീവജാലങ്ങൾക്കും പ്രകാശം ചൊരിയുന്ന സംഭവമാണ് ദ സൺ. ആ ഒരു എനർജി. ലൈക്ക്വൈസ് മദർ ഈസ് ദ സോഴ്സ് ഓഫ് എനർജി, ലൈറ്റ് എനർജി, ആൻഡ് ഓൾസോ ലവ് ഫോർ ദ ഫുൾ ഫാമിലി മെമ്പേഴ്സ്, എസ്പെഷ്യലി ചിൽഡ്രൻ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും പകർന്നു നൽകുന്ന സൂര്യനാണ് അമ്മ. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഐ ആം ദ ഹീറ്റ്. കാരണം അമ്മയുടെ ആ ഒരു ചൂടും ഊഷ്മളതയും, അത് ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഒരു ഹെവി അല്ല എന്ന് ഞാൻ പറഞ്ഞു. ആ സണ്ണിൻ്റെ ചൂട് അവിടെ ഒരു ഹെവി ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ അമ്മയെ അതുപോലെ തന്നെയാണ്, ഒരു കീ റോളാണ്. ഇഫ് ദർ ഈസ് നോ വുമൺ നോ ഓസ്പ്രിങ്. അപ്പോൾ കുഞ്ഞുങ്ങളെ മാതൃത്വമാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ആധാരം. അപ്പോൾ അവിടെ ആ രീതിയിൽ നമ്മളതിനെ കാണുന്നു. ഭൂമിയുടെ ഭൂമി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത് മാതൃത്വമാണ്, അല്ലെ? അമ്മമാരാണ്. അപ്പോൾ സൂര്യൻ ഭൂമിയുടെ നിലനിൽപ്പിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടോ അത്രമാത്രം സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? അമ്മയും. കാരണം അമ്മമാരില്ലെങ്കിൽ ലിവിങ് ബീങ്സ് ഇല്ല ഇവിടെ. അപ്പോൾ അതുപോലെ രണ്ടും തുല്യ ശക്തിയാണ്. സൂര്യനവിടെ ഹീറ്റും ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹീറ്റും ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ ഒരു സോഴ്സ് എന്ന് പറയുന്നത് മാതൃത്വമാണ്, അപ്പം സ്ത്രീത്വമാണ്. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അമ്മ എന്നുള്ളതിനേക്കാൾ ഉപരി മാതൃത്വം എന്നുള്ള ആ ഒരു വേർഡാണ് കുറച്ചും കൂടെ കൂടുതൽ. അല്ലെങ്കിൽ ആ ജീവസ്പന്ദനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചൂടും ലാളിത്യവും ഊഷ്മളതയും എല്ലാം അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടാണ്, അല്ലെ? മാതൃത്വത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. അല്ലെങ്കിൽ ഈ ലോകം തന്നെയില്ല, അല്ലേ? കോൾഡർ ദാൻ എ സ്റ്റോൺ, വെറും തണുത്ത് മരവിച്ച് കിടക്കുന്ന കല്ലുകളാണ് എന്ന് പറഞ്ഞാൽ ലോകമില്ല. അപ്പം അമ്മയുടെ മാതൃത്വമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്തിനെ അല്ലെങ്കിൽ ഈ ഭൂമിയെ പ്രകാശമാനമാക്കുന്നത്. നല്ല 4 ലൈൻസാണ് അത് കേട്ടോ. നെക്സ്റ്റ്, അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്, വിതൗട്ട് മീ കോൾ ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. വീണ്ടും അമ്മ ആ സെയിം സംഭവം തന്നെയാണ് പറഞ്ഞു വരുന്നത്, അല്ലേ? അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്, വിതൗട്ട് മീ called the hearthstone stands, nor could the precious children thrive. Without me called the hearthstone stands, nor could the precious children thrive. അല്ലേ? വിതൗട്ട് മീ hearthstones are called. ഞാനില്ലെങ്കിൽ hearthstones are called. nor could the precious children thrive. thrive ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലറിഷ് ചെയ്യുക. അതായത് ഒരു പെർഫെക്ഷനോടുകൂടി ഒരു വികസിച്ച് പന്തലിച്ച് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു വളർച്ചയ്ക്കാണ് ഫ്ലറിഷ്. തഴച്ചു വളരുന്നതിനാണ് നമ്മൾ ഫ്ലറിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചുമ്മാ ഗ്രോ എന്നുള്ള വാക്കല്ല അവിടെ. അപ്പോൾ അങ്ങനെ വളരണമെങ്കിൽ എന്ത് വേണം? അമ്മ വേണം. എല്ലാ പെർഫെക്ഷനോടും കൂടി വളരെ എനർജറ്റിക്, വളരെ ആക്റ്റീവ്, വളരെ ഹാപ്പി, അങ്ങനെ എല്ലാ ക്വാളിറ്റീസും തികഞ്ഞ ഒരു കുഞ്ഞുങ്ങളായിട്ട് വളരണമെങ്കിൽ തീർച്ചയായിട്ടും ആര് വേണം? അമ്മ വേണം. പ്രഷ്യസ് ചിൽഡ്രൻ എന്ന് പറയുന്നത്, കാരണം ചിൽഡ്രൻ ആർ ദ ഗിഫ്റ്റ്സ്, അല്ലേ? വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ഏറ്റവും വലിയ സമ്മാനമാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അമ്മമാരെങ്ങനെയാണ് കരുതുന്നത്? അവരുടെ സ്നേഹവും വാത്സല്യവും
നുകർന്ന് ആണ് വളരാൻ അനുവദിക്കുന്നത്. അപ്പോൾ ഇവിടെ അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദർ ഹാൻഡ്സ്. ആ വാം എന്ന് പറയുമ്പോൾ ചൂടെന്ന് പറയുമ്പോൾ ചൂടല്ല, ഊഷ്മളതയാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഊഷ്മളത. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. അണ്ടർലൈൻ ദാറ്റ് ലൈൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ജീവനുള്ള, സ്നേഹത്തിൻ്റെ ജീവനുള്ള ഒരു പ്രതിച്ഛായയാണ് ഞാൻ. കാരണം എന്നിൽ നിന്ന് വേറെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടാനില്ല, സ്നേഹം മാത്രം. സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം ഞാൻ തന്നെ. വിതൗട്ട് മീ കോൾ ദ ഹാർട്ട് സ്റ്റോൺ. ഞാനില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുപ്പ് വെറും മരവിച്ച് കിടക്കും എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടുപ്പല്ല മരവിച്ച് കിടക്കുന്നത്, വീടിൻ്റെ ഉള്ളിലുള്ള ആ ജീവസ്പന്ദനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു മുഴക്കങ്ങൾ, സന്തോഷത്തിൻ്റെ ആ ഒരു മുഴക്കം, അതൊന്നും നമ്മുടെ വീടിന് എല്ലാം നഷ്ടപ്പെട്ടു പോയ പോലെ ഇരിക്കും. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. അല്ലെങ്കിൽ അവർക്ക് വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം, വെറുതെ വളർന്നാൽ പോരാ, വളർന്ന് വികസിക്കണം, അല്ലെ തഴച്ചു വളരണം. എല്ലാ പെർഫെക്ഷനോടും കൂടി, എല്ലാ സമ്പന്നതയോടും കൂടി. സമ്പന്ന എന്ന് പറഞ്ഞാൽ അവിടെ റിച്ച്നെസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന റിച്ച് നമ്മുടെ പണം എന്നുള്ള റിച്ച്നെസ് അല്ല, അവനുള്ളിലെ കഴിവുകളുടെ മാക്സിമത്തിലേക്ക്, ആ റിച്ച്നെസ്സാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആര് തന്നെ വേണം? തീർച്ചയായിട്ടും അമ്മയെ പകരം വയ്ക്കാൻ വേറൊന്നില്ല. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സേക്രഡ് റിംഗ്. They are not of love from whose close tether no child goes a wandering. I am the twist that holds together the children in its sacred ring. Oh, എന്താ ബ്യൂട്ടി ആ ലൈൻ്റെ. ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ചേർത്ത് വയ്ക്കുക. ഞാനാണ് ചേർത്ത് നിൽക്കുന്നത്. ആ ഒരു ഫോഴ്സ് എൻ്റെ ഒരു ഫോഴ്സാണ്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കരുതലാണ്. ദ ചിൽഡ്രൻ ഇൻ ദ സേക്രഡ് റിംഗ് എന്ന് പറയുന്നത്. സേക്രഡ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധി എന്നൊക്കെയാണ്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്കാണ്. പരിപാവനമായ, അങ്ങേയറ്റം പവിത്രമായ, അല്ലേ? പവിത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ആ റിങ് എന്ന് പറയുമ്പം അപ്പം നമുക്കറിയാം അവിടെ ആ ഒരു പരിശുദ്ധമായ, അല്ല പവിത്രമായ ആ ഒരു വലയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മയുടെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ വലയമാണ് കേട്ടോ. അത് നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അവിടെ ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ വെറ്റ്ലോക്ക്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, വിവാഹമോതിരം എന്നൊക്കെ ഉണ്ട്. അത് ഒരു ഫാമിലി യൂണിറ്റ് ആകുന്ന സ്റ്റാർട്ടിങ്ങിൽ നമുക്കതൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇവിടെ അതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു മീനിങ്ങാണ്. അമ്മയുടെ പരിപാവനമായ വാത്സല്യത്തിൻ്റെ സ്നേഹമാകുന്ന ആ വലയത്തിൽ ദർ നോട്ട് ഓഫ് ലവ്. നോട്ട് എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുകയാണ്, ആ സ്നേഹം കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ഫ്രം ഹൂസ് ക്ലോസ് ടെതർ. എന്തിട്ടാണ് കെട്ടിയേക്കണേ? ടെതർ എന്ന് പറഞ്ഞാൽ നേരത്തെ ചരടുകൾ, റോപ്പ്, നേരത്തെ ചരടുകൾ കൊണ്ട് കെട്ടിയിട്ടേക്കുക. എന്ത് ചരട്? സ്നേഹമാകുന്ന ചരടിനാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കെട്ടിയിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലയമാക്കി തീർത്തേക്കാണ്, അമ്മയുടെ സ്നേഹത്തിൻ്റെ വലയം. നോ ചൈൽഡ് ഗോസ് വാണ്ടറിങ്. ഓ, എന്താ ലൈൻ! ആ ലൈൻ്റെ ഒരു ബ്യൂട്ടി നോക്കിക്കേ. അതിനകത്തുനിന്ന് ആ ഒരു ബന്ധനത്തിൽ നിന്നും പുറത്ത് ചാടാൻ ഒരു കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നില്ല. എന്താ ബ്യൂട്ടി നോക്കിക്കേ പിള്ളേരെ. ലോസ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അലഞ്ഞു പോവുക എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷെ ഇവിടെ അതല്ല. ആ ബന്ധനത്തിൽ നിന്നും പുറം ചാടാൻ ഒരു കുഞ്ഞുങ്ങളും താല്പര്യപ്പെടുന്നില്ല. കാരണം അത്ര വലിയൊരു സ്നേഹത്തിൻ്റെ നൂലിഴകലാൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അമ്മ. അപ്പോൾ അത് ബന്ധിച്ച്, അല്ലെങ്കിൽ അതിനെ ആ ബന്ധനത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും ആ ചരടിനെ മുറിച്ച് പുറം ചാടാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടിപ്പോവാൻ, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു പോകാൻ ഒരു കുഞ്ഞിനും സാധ്യമല്ല. അടുത്ത് നോക്കാം നമുക്ക്. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഐ ഡെക്ക് വാൾസ് ആൻഡ് ബോർഡ് ദ ഐ സ്പ്രെഡ്. ഐ സ്പിൻ ദ കർട്ടൻ, സ്വാപ്പ് ആൻഡ് ബൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. അല്ലെ, അവിടെ മുഴുവൻ നമുക്കൊരു ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്, അല്ലെ അമ്മയുടെ ഒരു വീട്ടിലെ ഒരു ദിവസം, ഏർലി മോർണിംഗ് ടിൽ ലേറ്റ് മിഡ് നൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. തറ മുതൽ ആ മേൽക്കൂര വരെ ഞാനാണ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു വിരൽത്തുമ്പിൻ്റെ സ്പർശനം അറിയാത്ത വീടിൻ്റെ ഒരു ഭാഗവുമില്ല. ഐ ഡെക്ക് ദ വോൾ. ഡെക്കറേറ്റ്. ഐ ഡെക്കറേറ്റ് ദ വോൾസ് ആൻഡ് ദ ബോർഡ് ഐ സ്പ്രെഡ്. അല്ലേ, നമ്മുടെ വീടിൻ്റെ തീന്മേശകൾ, ഡൈനിങ് ടേബിള് എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? നമ്മുടെ ഫേവററ്റ് ഡിഷ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അമ്മയോടെ സ്പ്രെഡ് ചെയ്ത് അതൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഐ ഡെക്ക് ദ വോൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്. ഡെക്ക് ദ വോൾസ് ചെയ്യുന്നു, ബോർഡ് ഐ സ്പ്രെഡ്. കുഞ്ഞുങ്ങൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള
പിന്നെ വിഭവങ്ങൾ അവിടെ നിരത്തിയിരിക്കുന്നു. ഐ സ്പിൻ ദ കേർട്ടൻസ് വാർപ്പ് ആൻഡ് വൂഫ്. വാർപ്പ് ആൻഡ് വൂഫ് എന്നുള്ളൊരു പ്രയോഗമാണ്. നെടുകയും കുറുകയും എന്നുള്ളതാണ് വാർപ്പ് ആൻഡ് വൂഫ്. അതായത് നമ്മൾക്കൊരു ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വൺ സൈഡ് മാത്രമല്ല നൂല് പോകുന്നത്, അങ്ങോട്ടും നെടുകയും കുറുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് പോകുമ്പോഴാണ് അതൊരു ക്ലോത്ത് ഒരു പീസ് ഓഫ് ക്ലോത്ത് ആവുന്നത് എന്ന് പറഞ്ഞാൽ ഐ സ്പിൻ ദ കേർട്ടൻസ് എന്ന് ഉദ്ദേശിച്ചത് കർട്ടൻ ഉണ്ടാക്കുന്ന ഇവരാന്നുള്ളതിനെ അതല്ല, ആ കർട്ടനുകളിൽ പോലും അമ്മയുടെ ഒരു വിരൽത്തുമ്പിൻ്റെ അല്ലെ അമ്മയുടെ ഒരു കരവിരുത് നമുക്കവിടെ കാണാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എവറി നോക്ക് ആൻഡ് കോർണർ വി ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് അവർ മദർ. ഇനി ഫൈനലി ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ഒരു മാസ്മരീകതയുള്ള ലൈനല്ലേ നോക്കിക്കേ. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ഷേക്ക് ദ ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും വേർഡ് മീനിങ് നോക്കുവാണെങ്കിൽ അവിടെ സോഫ്റ്റ് ഫെതേഴ്സാണ്, അല്ലെ കവറിങ് ഓഫ് സോഫ്റ്റ് ഫെതേഴ്സാണ്. അപ്പോൾ അത് പക്ഷിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് ആ ഡൗൺ ഒതുങ്ങി. പക്ഷെ അതിലും സോഫ്റ്റായിട്ട് ആൻഡ് ഷേക്ക് ദ ഡൗൺ, അമ്മയെ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ള കിടക്കയായിട്ട്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. അമ്മ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ബെഡ് ഒരുക്കി കൊടുക്കുന്നു എന്ന് നമുക്ക് മീൻ ചെയ്യാം. അതിനപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു പോയറ്റിക് ഇമാജിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ അമ്മ പലപ്പോഴും കിടത്തി ഓർക്കുന്നത് എപ്പോഴാണ്? അമ്മയുടെ നെഞ്ചിനോട് ചേർത്ത് തന്നെയാണ്, അല്ലേ? ആ ഒരു ചൂട് കൊടുത്ത്, ആ ഒരു വാത്സല്യം കൊടുത്ത്, ആ ഒരു സ്നേഹം കൊടുത്ത്, അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാകുന്ന ഡൗൺ ഉണ്ടാവും അമ്മയുടെ. അതിൽ അത്ര ബ്യൂട്ടിയാണ് മക്കളെ ആ ലൈൻ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഷേക്ക് ദ ഡൗൺ. അമ്മ ആ കുഞ്ഞുങ്ങളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഈ വാത്സല്യവും സ്നേഹവുമാകുന്ന ആ തൂവലാൽ പൊതിഞ്ഞ് അവർക്ക് കിടന്നുറങ്ങാനുള്ള ബെഡാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബെഡായിത്തീരുന്നു. അതാണ് ഒരു ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പിക്ചർ. ബെഡ് ഒരുക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കാൻ വിരിച്ചു കൊടുക്കുന്നു. കുറച്ചും കൂടെ വലിയ കുട്ടികളാകുമ്പോൾ കിടക്ക വിരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ തന്നെ കൊടുക്കുന്നു. I am their wall against all danger, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. I am their wall against all dangers, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. ആ ഗ്രോ കഴിഞ്ഞിട്ടൊരു എക്സ്ക്ലമേറ്ററി മാർക്കാണ് കൊടുത്തേക്കുന്നത്. I am their wall against all danger. That means I act as a protective wall against all danger so as to protect my children. എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഏത് രീതിയിലും ഞാൻ മുന്നിട്ടിറങ്ങും ഉണ്ടാവും. കാരണം ഏത് അപകടത്തെയും ഞാൻ ചെറുത്ത് നിൽക്കും. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ, കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ. ദർ ഡോർ എഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. അവിടെ ഡോർ എഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ട്രബിൾസിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് അവിടെ വിൻഡ് ആൻഡ് സ്നോ കൊടുത്തിരിക്കുന്നത്. ദർ ഡോർ എഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മേഞ്ചർ. അവിടെ മാഞ്ചർ എന്നല്ല വായിക്കേണ്ടത്, മേഞ്ചർ, MENGER. മേഞ്ചർ എന്ന് പറഞ്ഞാൽ പുൽത്തൊട്ടി, പുൽത്തൊട്ടി. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ലാസ്റ്റ് ഒരു പ്രെയറോട് കൂടിയിട്ടാണ് പോയിന്റ് ചെയ്തത്. കാരണം മിഡ് നൈറ്റ് വരെ, കാരണം കുഞ്ഞുങ്ങളെ ഉറക്കൽ വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അമ്മയുടെ പ്രെയർ. അമ്മ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൗ ഹൂം എ വുമൺ ലെയ്ഡ് ഇൻ എ മേഞ്ചർ, അല്ലേ? ദൗ ഹൂം. അപ്പം പ്രാർത്ഥിക്കുന്ന ആരോടാ? ആ ജീസസ് ക്രൈസ്റ്റിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൗ ഹൂം എ വുമൺ ലെയ്ഡ് ഇൻ എ മേഞ്ചർ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി എന്ന് പറയുമ്പോൾ അത് ജീസസ് ക്രൈസ്റ്റ് അല്ലേ? Thou whom a woman laid in a manger, take me not till the children grow. അമ്മയ്ക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ആ സമയം മുഴുവനും. അതായത് ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾ പ്രാപ്തരാകുന്നവരെ, അറിവ് വയ്ക്കുന്നത് വരെ അമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് ടേക്ക് മീ നോട്ട് ടിൽ മൈ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കമുറ്റുന്നത് വരെ എനിക്ക് ഒരപകടവും വരുത്തല്ലേ എൻ്റെ ഉണ്ണീശോയെ എന്നാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. കണ്ടോ? ദൗ ഹൂം. ആ ഹൂം എന്ന് പറയുന്നത് അവിടെ ഒന്ന് നോട്ട് ചെയ്യണേ, ജീസസ് ക്രൈസ്റ്റ്. എ വുമൺ ലെയ്ഡ് ഇൻ എ മേഞ്ചർ. അവിടെ വുമൺ എന്ന് ഉദ്ദേശിക്കുന്നത് മദർ മേരി. ജീസസ് ക്രൈസ്റ്റ്, മദർ മേരി. അപ്പം മദർ മേരി ആണല്ലോ ഉണ്ണിയേശുവിൻ്റെ അമ്മ.
അപ്പോൾ ദൗ ഹൂം, അങ്ങേയും ഒരു അമ്മയല്ലേ പ്രസവിച്ചത്, അപ്പോൾ എന്നെ ഒന്ന് കരുതണമേ, എന്നെ ഒന്നും അങ്ങോട്ട് വിളിക്കല്ലേ, എനിക്കൊരു ആപത്തും വരുത്തല്ലേ. അത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ, അല്ല എനിക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണോ? അത് മാത്രമല്ല, പിന്നെ എന്താ, എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ സംരക്ഷണതയോടെ, കാരണം ഒരു ആപത്തിലും പെടാതെ, നേരത്തെ പറയുന്നുണ്ട് ബോൾ അഗേൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്, ഒരാപത്തിലും പെടാതെ, പിന്നെയോ ഡോർ അഗേൻസ്റ്റ് ദ വിൻ ആൻഡ് സ്നോ, ഒരു ബുദ്ധിമുട്ടിലും ഒരു ഇതിലും ചെന്ന് പെടാതിരിക്കാൻ ഏതെല്ലാം രീതിയിൽ ഒരു അമ്മ ആക്ട് ചെയ്യണം. അമ്മ ഒരു ഡിഫൻഡറായിട്ട്, അവരെ ഡിഫെൻഡ് ചെയ്യുന്ന, അല്ലെ അവരെ സംരക്ഷിക്കുന്നത്, ഒരു സംരക്ഷണ ഭിത്തിയായിട്ട്, ഒരു സംരക്ഷിക്കുന്ന വാതിലായിട്ട് ഒക്കെ അമ്മ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യണം, അതുകൊണ്ട് എൻ്റെ ഉണ്ണീശു എന്നെ എന്ത് ചെയ്യണം, എനിക്ക് അപകടമൊന്നും ഉണ്ടാക്കരുത്. ടേക്ക് മീ നോട്ട്, എന്നെ അങ്ങോട്ട് വിളിക്കരുത്, അപകടം ഉണ്ടാക്കരുതല്ല, എന്നെ അങ്ങോട്ട് വിളിക്കരുത്. ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നിടം വരെ എന്നെ വിളിക്കുകയേ ചെയ്യല്ലേ. എനിക്ക് ആ ഒരു പ്രാർത്ഥനയുള്ളൂ. കാരണം അമ്മയുള്ളപ്പം ദൈവമായിട്ട് അമ്മ അവരുടെ കൂട്ടത്തിലുണ്ട്. കാരണം അവർക്ക് ഒരു ആപത്തിലും പെടാതെ അമ്മയുണ്ട്. എല്ലാത്തരം ട്രബിൾസും ട്രിബുലേഷൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമ്മയുണ്ട്. അപ്പോൾ പിന്നെ ദൈവം എന്ത് ചെയ്താൽ മതി, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി, അല്ലേ. എൻ്റെ കുഞ്ഞുങ്ങൾ വലുതാവുന്നിടം വരെ എന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം എന്നെ അങ്ങോട്ട് വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ ഏതെല്ലാം അഡ്വേഴ്സിറ്റീസും പിന്നെ ട്രബിൾസും ഒക്കെ ഉണ്ടായാലും അതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് അമ്മയുടെ ഒരു കർത്തവ്യമായിട്ട് അമ്മ ഏറ്റെടുക്കുകയാണ്. ഇതിലൊരു നല്ലൊരു ലൈൻ വേറെ ഉണ്ടോ എന്ന് നോക്കിക്കുക, അത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്യണം. ആ ഒരു വിൻഡ് ആൻഡ് സ്നോ എന്നുള്ളത് ട്രബിൾസ് ആൻഡ് അഡ്വേഴ്സിറ്റീസ് അതിൻ്റെ ഒരു വേർഡാണത്. പിന്നെ ഓൾ ഡേഞ്ചേഴ്സ്, അവിടെ അമ്മയെ തന്നെ ഒരു ഡിഫൻഡറായിട്ട്, അല്ലെങ്കിൽ ആ സംരക്ഷണ ഭിത്തിയായിട്ട് അമ്മ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊട്ടക്റ്റീവ് വാൾ ആയിട്ട് നിൽക്കുകയാണ്. കാരണം കുഞ്ഞുങ്ങളെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് എപ്പോഴും ഒരു കരുതലായിട്ട് നിൽക്കുന്ന, ആ ഒരു ഫോഴ്സായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അത് അമ്മ തന്നെയാണ്. അപ്പോൾ എല്ലാ രീതിയിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോയമാണ്. ഞാനൊരു ചെറിയ റിവ്യൂ കൂടെ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് അത് തരുന്നത് കേട്ടോ. ഓക്കെ.